ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, മാണിക്കുഞ്ഞെ, നവീൻ എന്താ പറ്റിയേ? ഗാഥമാടത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മാണിക്കുഞ്ഞെ, ഗാഥമോളുടെ ജീവൻ നാഗദൈവങ്ങൾ തിരിച്ചു തന്നു. എന്റെ മോൻ എന്താ പറ്റിയേ? അത് സുമിത്രേ, ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നന്ദന്റെ കൂടെ ഗാഥമോള് വരുമ്പോഴേ വിളക്ക് കൊളുത്തി തന്നെ സ്വീകരിക്കണം. അതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങ് പോരാന്ന് പറഞ്ഞത്. അത് വേണം അമ്മേ, നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചവളല്ലേ. കൺമുന്നിൽ എന്തൊക്കെ മായാജാലങ്ങളാ നടന്നത്. പക്ഷെ എല്ലാറ്റിനും മുന്നിൽ ജയിച്ചു നിന്നത് അവളുടെ ഭക്തിയാ. ഇനിയിപ്പോ മോൾക്കും നവീനും ഒന്നിച്ച് ജീവിക്കുന്നതില് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. തടസ്സങ്ങളുണ്ടോന്ന് ചോദിച്ചാ എന്താ അമ്മേ, സിദ്ധൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല. സുമിത്രേ, അമ്മേ, നവീൻ ഇവിടെ? നന്ദേട്ടാ, മോളെ നവീൻ ഇങ്ങോട്ട് വന്നില്ല. ഞാൻ കരുതി മാണിക്കുഞ്ഞ് അവനും കൂടി ഇങ്ങോട്ട് വന്നാണോ എന്ന്. മാണിക്കുഞ്ഞാണല്ലോ വിളിക്കുന്നേ. ഹലോ അച്ഛാ, അച്ഛാ ഒരു പ്രശ്നമുണ്ട്. നവീൻ സാർ ഹോസ്പിറ്റലാ. എന്ത് പറ്റി? ഗാഥമാടം മരിച്ചു പോയെന്ന് കരുതി നവീൻ സാർ വണ്ടി എടുത്ത് പോയില്ലേ? വഴി വെച്ചേ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധം വീണിട്ടില്ല. അച്ഛൻ വേഗം ഇങ്ങോട്ട് വരണം. വാ. ഞാൻ പെട്ടെന്ന് വരാം. സുമിത്ര, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. നന്ദ, എന്താ കാര്യം? എന്തിനാ മാണിക്കുഞ്ഞ് വിളിച്ചത്? അതമ്മേ, ഞാൻ പോയി വന്നിട്ട് പറയാം. നന്ദേട്ടാ, കാര്യം എന്താണെന്ന് പറയൂ. എന്തോ പ്രശ്നമുണ്ട്. അച്ഛാ, എന്തു പറ്റി? നവീന് എന്തെങ്കിലും? പറയുന്നെന്താ? അത് മോൾക്ക് അപകടം സംഭവിച്ചു എന്ന് കരുതി നവീൻ വണ്ടിയെടുത്ത് പോയില്ലേ? പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നാണ്. ഈശ്വര, ഞാൻ എന്തായി കേക്കണത്? അവൻ പോകുന്ന പോക്ക് എല്ലാവരും കണ്ടതല്ലേ. മോള് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സങ്കടത്തില് അവൻ. നന്ദേട്ടാ, എന്റെ മോന്റെ അടുത്തേക്ക് ഞാനും വരുന്നു. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. മോളെ, മോളും കൂടി ചെല്ലേ. നിന്നെ കണ്ട സമാധാനാവും. എന്റെ ഈശ്വര, എന്റെ കുട്ടിയെ കാത്തോളണേ. അമ്മേ, ഞാൻ ചെന്നിട്ട് വിളിക്കാം. വേണമെങ്കിൽ മാണിക്കുഞ്ഞിനെ ഇങ്ങോട്ട് അയക്കാം. നീ ഒന്നങ്ങോട്ട് ചെല്ലു നന്ദ. വാ നന്ദേട്ടാ. എന്റെ നാഗദൈവങ്ങളെ, എല്ലാം അവസാനിച്ചെന്ന് തുടങ്ങിയ സ്ഥലത്ത് നിന്നും പുതിയ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണോ? അനുഗ്രഹം തന്ന അതേ ദിവസം തന്നെ കളരിക്കൽ കുടുംബത്തിന് വീണ്ടും ഒരു വേദന തരികയാണോ? നാഗദൈവങ്ങളെ, അമ്മേ, മാണിക്കുഞ്ഞെ, നവീൻ എന്താ പറ്റിയേ? ഗാഥമാടത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മാണിക്കുഞ്ഞെ, ഗാഥമോളുടെ ജീവൻ നാഗദൈവങ്ങൾ തിരിച്ചു തന്നു. എന്റെ മോൻ എന്താ പറ്റിയേ? അത്
ഗാതമ്മയുടെ അവിടെ വീണ് കിടന്നപ്പോ സാറ് കാറെടുത്ത് പോയില്ലേ? ഞാൻ വിളിച്ചിട്ടും തടഞ്ഞിട്ടും സാറ് നിർത്തിയില്ല. ഞാൻ വേറൊരു കാറെടുത്ത് സാറിന്റെ പുറകെ പോയി. എത്ര വിളിച്ചിട്ടും സാറ് നിന്നില്ല. നിയന്ത്രണം വിട്ട രീതിയിൽ സാറ് വണ്ടി ഓടിക്കുമായിരുന്നു. എന്നിട്ട് കുറെ ദൂരം ചെന്നപ്പോ കാറ് ഒരു മരത്തിലിടിച്ച് സാറ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അയ്യോ എന്റെ മോൻ. ഈശ്വരാ. എന്നിട്ട് ഒരുപാട് പരിക്ക് വല്ലതും ഉണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഒബ്സർവേഷനില്ല. നവീൻ സാറ് കണ്ടു മറന്നിട്ടില്ല. അയ്യോ എന്റെ ഈശ്വര. മാണിക്കുഞ്ഞ് ഏത് ഡോക്ടറാ നോക്കുന്നേ? എനിക്ക് അയാളൊന്ന് കാണണം. നമുക്ക് പോകാം അച്ഛാ. സുമിത്രേ, നീ മോളെയും കൊണ്ട് ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. വാ. എല്ലാരും കരുതിയത് ഗാതമാടത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നാണല്ലോ. സാറിനെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. സാറ് സ്വയം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്താണോന്നും എനിക്കറിയില്ല. അയ്യോ വാ അച്ഛാ, വാ വാ. നിന്നെ അത്രയ്ക്ക് ഇഷ്ടോ മോളെ? അവനെ നീ അത്രയ്ക്ക് മാറ്റിയെടുത്തിരുന്നു. ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അവനെ കൊണ്ട് കുടുംബജീവിതത്തിന്റെ ഭംഗി എന്തെന്ന് പഠിപ്പിച്ചു നീ. അവൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്റെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുന്നത് അവന് സഹിക്കില്ല എന്ന്? അങ്ങനെയുള്ള അവൻ നീ ഇനി ഇല്ലാന്നൊരു തോന്നൽ വന്ന സഹിക്കുവോ? അമ്മ വിഷമിക്കണ്ട, നവീന് ഒന്നും സംഭവിക്കില്ല അമ്മ. എത്രയോ കാലങ്ങളായാലും ശാപം കളരിക്കൽ തറവാടിന്റെ മുകളിൽ നിന്ന് മാറി. അപ്പൊ പിന്നെ നവീന് ദൈവങ്ങളെ പരീക്ഷിക്കോ? ഇല്ല, നവീന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. അതുകൂടെ കാണാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മ. എന്റെ നവീന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം.